രാവിലെ തന്നെ അമ്മിച്ചി അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തീ കത്തിക്കുന്നതിന് മുൻപ് അരിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ടാ. തീ കത്തിച്ച് കഴിഞ്ഞാൽ വേവ് കൂടുണ്ടല്ലോ, വേവ് ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ നേരെ മീൻ മസാല ഇടാൻ വേണ്ടിയിട്ട് പോയി. മസാല ഇണെങ്കിൽ ലേശം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഇടുള്ളൂ. കാരണം നമ്മുടെ കുട്ടന്മാർക്ക് അധികം എരിവായി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല കേട്ടോ. എനിക്കാണെങ്കിൽ മീൻ വറുക്കുമ്പോൾ ലേശം വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പല ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നേരെ തുണിയൊക്കെ എടുത്ത് അലക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോൾ എനിക്ക് വാതിൽ തുറക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ആദംകുട്ടൻ ഈ വാതിൽ തുറക്കണ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒറ്റ ഓട്ടോടും. എൻ്റെ കൂടെ കളിക്കാനുള്ള പരിപാടിക്ക് ഉണ്ടാ. ഞാൻ വാതിൽ തുറക്കണ സമയത്താണെങ്കിൽ കോഴിക്കുട്ടന്മാർ ഓടി വന്നേക്കാണ് എന്തോ തിന്നാൻ കൊടുക്കാൻ കിട്ടിയെന്നുള്ള വിചാരത്തിൽ. പക്ഷേ അവർ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് പിന്നെ മനസ്സിലായി. വെള്ളത്തിൽ കളിക്കാനുള്ള പരിപാടിയാണ് ആദത്തിന്, അതുകൊണ്ടാണ് ഞാൻ അവനെ കൊണ്ടുപോകാത്തത്. ഇന്നാണെങ്കിൽ നട്ടാപ്പറ വെയിലായിരുന്നു കേട്ടോ. വെയിലെന്ന് പറഞ്ഞാൽ അടിപൊളി അടാറ് വെയിൽ. എന്ത് സംഭവം ഇട്ടാലും പപ്പട പോലെ കിട്ടൂട്ടാ. അരി വെന്തതുകൊണ്ട് തന്നെ അമ്മിച്ച് അത് വാർക്കാൻ വേണ്ടി എടുത്തോട്ടാ. ഇവിടെ ഊറ്റലല്ല വാർക്കലാണ്. എനിക്കാണെങ്കിൽ ഇത് പേടിയുണ്ടാ. കാരണം അരി അങ്ങ് മേത്തുകൂടെ ചോറങ്ങ് മേത്തുകൂടെ വീണ് കഴിഞ്ഞാലോ. അമ്മിച്ച് ഇതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് കുഴപ്പമില്ല. ആദംകൂട്ടാണെങ്കിൽ അമ്മാവ എന്താ ചെയ്യണേന്ന് നോക്കി നിൽക്കായിരുന്നു. അബ്രു ആണെങ്കിൽ എൻ്റെ കമ്മൽ എങ്ങനെയെങ്കിലും പൊട്ടിച്ചെടുക്കണം എന്നുള്ള പ്ലാനിലാണ് കുറേ നേരം ഇതുമ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന് കിട്ടണില്ല. കണ്ണ് തെറ്റിയപ്പോണെങ്കിൽ ഇതേ ആശാൻ കയറ്റം തുടങ്ങിയിട്ടാ. സ്റ്റെപ്പുമ്മയ്ക്ക് ഏറ്റവും വരെ കയറിപ്പോക്കോളും. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് മീൻ വറുത്തത് അച്ചാറുണ്ടായിരുന്നു. അപ്പാപ്പനാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്നില്ല. അതേ വണ്ടി കൊണ്ട് വന്നാണ്ടപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ആദത്തിന് ഇപ്പോൾ കയറണം. അപ്പാപ്പനാണെങ്കിൽ വണ്ടി അവിടെ നിർത്തും. എന്നിട്ട് ആദത്തിനെ കയറ്റും. അവന് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനത്തെ പരിപാടി. അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ വണ്ടിയിലിരിക്കാമല്ലോ. പിന്നെ കുറച്ച് നേരം കൂടി ഇരുത്തും, പാട്ടൊക്കെ കേട്ട് ഇരിക്കും. എന്നോട് പറയും അമ്മ പൊക്കോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാന്ന് പറയും. ഇവന്മാർ കണ്ണ് തെറ്റിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയും എന്തെങ്കിലും ഇരുന്ന് പണിതുകൊണ്ടിരിക്കും. എന്നിട്ട് വൈപ്പർ ഓൺ ചെയ്യും, അല്ലെങ്കിൽ പാട്ട് ഓഫ് ചെയ്യും. അങ്ങനെ പരിപാടികൾ എന്തെങ്കിലും ചെയ്യട്ടെ. എന്നിട്ട് അപ്പാപ്പൻ കുറച്ച് നേരം അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ ആദംകുട്ടൻ ദേ ഇറങ്ങി വണ്ടിയിൽ നിന്ന്. ഇറക്കി കഴിഞ്ഞപ്പോഴെങ്കിൽ ഇതേ പൊടി തട്ടൽ തുടങ്ങി. അപ്പാപ്പൻ്റെ വണ്ടിയുമ്പോൾ ചെളിയായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പാപ്പൻ്റെ സ്നേഹപ്രകടനമായിരുന്നു. കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പാപ്പൻ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാണ്ട് വരാറില്ല. ദേ റംബൂട്ടാനും ഓറഞ്ചും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ദേ ആശാൻ കഴിക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.